പുരാതന കാലഘട്ടങ്ങളിൽ ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതി പുരാതന കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായ ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷെ അതേപോലെയാണ് ഇന്ന് റഷ്യയുടെ കാര്യത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. റിട്ടേൺ ടു വെസ്റ്റേൺ കൺട്രീസ്, റിട്ടേൺ ടു റഷ്യ. അതായത് വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം, അതായത് അമേരിക്ക ഉൾപ്പെടെ എല്ലാ യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ റഷ്യയുടെ പിന്നിലാണ്. റഷ്യയോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു വരികയാണ്. ഒരു കാലത്ത് റഷ്യയെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഉപരോധങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തി. അമേരിക്കയുടെ ആയിട്ടുള്ള മാക്ഡൊണാൾഡ്സ് അങ്ങനെയുള്ള പല അമേരിക്കൻ കമ്പനികളൊക്കെ റഷ്യയിൽ അടച്ചുപൂട്ടി. എന്നിട്ടും റഷ്യയെ ഒരു രീതിയിലും അവർക്ക് തകർക്കാൻ പോലുമല്ല, റഷ്യയുടെ മേലിൽ ഒരു പ്രഹരം ഏൽപ്പിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല എന്നല്ല. റഷ്യയുടെ ഒരു രീതിയിലും റഷ്യക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് ഇന്ന് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് 2025 കൂടിയിട്ടുള്ള റഷ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം എല്ലാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. കാരണം നിങ്ങൾ പകുതി കണ്ടിട്ട് വീഡിയോയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അപ്ഡേഷൻ എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചോദിച്ചോ, ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗീസ് ആൻഡ് വെരിജാസ്. ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്നുള്ളത്, നിലവിലുള്ള സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് അമേരിക്ക ചൈന വ്യാപാര യുദ്ധം, അതായത് അമേരിക്ക ചൈനയ്ക്കെതിരെ ചേരുവ ഏർപ്പെടുത്തുന്നു, ചൈന അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ ചേരുവ ഏർപ്പെടുത്തുന്നു. പല രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പല രാജ്യങ്ങൾക്കെതിരെയും ചേരുവ ഏർപ്പെടുത്തി വളരെ വലിയ പെർസെൻറ്റേജ് ആയിട്ടുള്ള ചേരുവയും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പക്ഷെ അത് അമേരിക്കൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോളറിൻ്റെ വാല്യൂ ഒക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാലത്ത് റഷ്യ എന്നും ഒറ്റക്കായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാം റഷ്യക്കെതിരെ തിരിയുന്ന സമയത്തും റഷ്യ എന്ന രാജ്യം എപ്പോഴും ഒറ്റക്കായിരുന്നു. ചങ്കോറ്റത്തോടു കൂടി ഈ യൂറോപ്യൻ യൂണിയനിലെ ഇത്രയും രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക എന്ന രാജ്യത്തോടും റഷ്യ ഒറ്റക്കാണ് പോരാടിയത്. അതുപോലെ തന്നെ ഇന്ന് റഷ്യയുടെ കയ്യിൽ വിജയം സക്സസ്ഫുള്ളായി വന്നിരിക്കുകയാണ്. അതായത് ഇന്ന് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ഇപ്പോൾ റഷ്യയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പം അമേരിക്ക പല യുക്രൈനിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഇപ്പം യുക്രൈൻ്റെ കൂടെ കുറച്ച് സമയം മുമ്പ് കുറച്ച് കാലം യുക്രൈൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തു വന്നു. അതുപോലെ തന്നെ അവരും ഇപ്പോൾ അമേരിക്കയോടൊപ്പം കൂടി. കാരണം അമേരിക്ക ഇല്ലാതെ യൂറോപ്യൻ യൂണിയന് മുമ്പോട്ട് പോകുവാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ യുക്രൈൻ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സക്സസ് ആണ്. ഇത്രയും രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല രാജ്യങ്ങളും അവരുടെ കയ്യിലും ഒരുപാട് ആയുധങ്ങളും ആണവായുധങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. ഈ അമേരിക്കയെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ അതേ ആണവായുധങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് റഷ്യയുടെ ഏറ്റവും വലിയ റഷ്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളിൽ അഗ്രഗണ്യന്മാരാണ്. അഗ്രഗണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതരം ആയുധങ്ങളും പുതിയ സാങ്കേതികപരമായിട്ടുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ യൂസ് ചെയ്യുന്ന പല ആയുധങ്ങളും നമ്മുടെ റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് ആയുധങ്ങളുടെ കാര്യത്തിൽ അഗ്രഗണ്യമായ റഷ്യയോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഞാൻ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരാൾ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു താരതമ്യം പറയുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, ഒരുപാട് കോടിക്കണക്കിന് ആസ്തി നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ കുറവാണ്.
അപ്പം ആയുധങ്ങളുള്ള ഒരു രാജ്യം ഈ പണമുള്ള ഈ ഒരു രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് വിജയിക്കുക എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്, റഷ്യയുടെ കയ്യിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി അമേരിക്കയുടെ കയ്യിൽ ഒരുപാട് പണവും സ്വത്തും ഒരുപാട് പണങ്ങൾ ഒരുപാട് പൈസയുണ്ട്, പക്ഷെ ക്യാഷ് ഉണ്ട് അമേരിക്കയുടെ കയ്യിൽ. പക്ഷെ റഷ്യയുടെ കയ്യിൽ അതിൻ്റെക്കാളും കൂടുതൽ ഇരട്ടി ആയുധങ്ങളുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും റഷ്യയോട് പോരാടാൻ പറ്റില്ല. കാരണം അങ്ങനെ പോരാടി കഴിഞ്ഞാൽ അമേരിക്കയെ മൊത്തം റഷ്യ പിടിച്ചെടുക്കും. കാരണം റഷ്യക്ക് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. റഷ്യ എന്ന രാജ്യം സ്വയം പര്യാപ്തം നേടിയിട്ടുള്ള ഒരു രാജ്യമാണ്. ഡെവലപ്ഡ് സിറ്റിയാണ്. പല സിറ്റികളിലും റഷ്യ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റികളാണ്. അതായത് റഷ്യ എന്ന രാജ്യം ഓൾറെഡി ഡെവലപ്ഡ് ആണ്. പക്ഷേ റഷ്യയിലുള്ള പല സ്ഥലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ആളുകൾ വളരെ പൂറായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും റഷ്യ എന്ന രാജ്യം വളരെ 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 റിച്ചാണ്. കാരണം ഇത്രയും വലിയ രാജ്യമായിട്ടും യൂറോപ്യൻ യൂണിയനിൽ ചെറിയ ചെറിയ രാജ്യങ്ങളിലാണ് അത് വരുന്നത്. എന്നാൽ പോലും റഷ്യ എന്ന രാജ്യം വളരെ റിച്ചായിട്ടുള്ള ഒരു രാജ്യമാണ്. വളരെ വളരെ റിച്ചാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ പല ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് കുറച്ച് ക്യാഷൊക്കെ കുറവുള്ള ആളുകളാണ്. പക്ഷെ എന്നാൽ പോലും റഷ്യ എന്ന രാജ്യം വളരെ റിച്ചാണ്. അപ്പോൾ ഒരിക്കലും അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ വിചാരിച്ചു കഴിഞ്ഞാൽ റഷ്യ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്നല്ല, റഷ്യയെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല എന്നുള്ളത് ഓൾറെഡി റഷ്യ തെളിയിച്ചു കഴിഞ്ഞു. ഇനി പല രാജ്യങ്ങളും റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങും. കാരണം റഷ്യയുടെ ആയുധങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളും, അതായത് ഈ യുക്രൈൻ സംഘർഷത്തിൽ പല യൂറോപ്യൻ യൂണിയനിലെ പട്ടാളക്കാരും ഇതിൽ വന്നിട്ട് ഏർപ്പെട്ട് ഒരുപാട് പേര് മരിച്ചുപോയി. അപ്പം പല യൂറോപ്യൻ യൂണിയൻ ഇറ്റലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ആർമികളെ ഇനി ഉക്രൈനിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ പല യൂറോപ്യൻ യൂണിയനിലുള്ള മെയിനായിട്ടുള്ള പ്രസിഡന്റുമാരൊക്കെ പറഞ്ഞു നമ്മുടെ ആർമികളെ ഇനി യുക്രൈനിൽ. അപ്പോൾ യുക്രൈൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ്. അതായത് നേരത്തെ അമേരിക്കയുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച് യുക്രൈൻ ഇന്നും ഒറ്റക്കായി. ആ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഒരു നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റഷ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് റഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് കയറി പോരാ, ഒരു പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുള്ളത് പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങളൊന്നും ആരും പിടിച്ചിട്ട് ആർമിയിലേക്ക് പിടിച്ച് കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ഓക്കെയാണ്. റഷ്യ ഈസ് പവർഫുൾ കൺട്രി. ഐ എം സെയിങ് അഗെയിൻ, റഷ്യ ഈസ് പവർഫുൾ കൺട്രി. യു ക്യാൻ കം റഷ്യ ആൻഡ് യു ക്യാൻ ലിവ്, നോ പ്രോബ്ലം ഹിയർ. അതുകൊണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.